സഞ്ചാരികളുടെ ഇന്നത്തെ യാത്ര പോകുന്നത് ചിതറാലിലെ ജൈന ക്ഷേത്രത്തിലേക്കാണ്. ചിതറാൽ ഗ്രാമത്തിലെത്തുമ്പോൾ ജൈന ക്ഷേത്രത്തിലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടം കാണാം. അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ ജൈന ക്ഷേത്രത്തിലേക്ക് എത്താം. നടവഴി മുഴുവനായും ചെത്തിയെടുത്ത കരിങ്കല്ലുകൾ പാകിയിരിക്കുന്നു. തിരുചരണപ്പള്ളി എന്നാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രനാമം. നടവഴിയുടെ ഇരുവശങ്ങളിലുമായി ചെടികളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 9ാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ജൈന ക്ഷേത്രമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ആദ്യകാലത്ത് ക്ഷേത്രം ജൈന സന്യാസിമാരുടെ താവളമായിരുന്നെങ്കിലും ഹിന്ദുമതത്തിന്റെ കടന്നുകയറ്റത്തോടുകൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ക്ഷേത്രത്തിന്റെ പുറകിലായി പടർന്നു നിൽക്കുന്ന അരയാൽ നല്ല തണുപ്പ് നൽകുന്നു. അതിന് ചുവട്ടിലായി കരിങ്കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങൾ കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇടതുവശത്തായി ഒരു നാഗർ പ്രതിഷ്ഠയും ഉണ്ട്. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെയും വിവിധ രൂപങ്ങളും സന്യാസിനി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ഗുഹാശില്പങ്ങളിലെ ധർമ്മദേവതയുടെ ശില്പം പ്രസിദ്ധമാണ്. മഹാദേവവർമ്മന്റെ 610-640 കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമായിരുന്നത്. മലയുടെ ഒരു വശത്തെ പാറകൾ തുരന്ന് കൊത്തിയെടുത്ത തൂണുകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ 3 ഗർഭഗുഹകൾ ഉണ്ട്. വർദ്ധമാന മഹാവീരന്റെയും പാർശ്വനാഥന്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകളാണ് ഉള്ളത്. മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിന്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. താഴെയായി ക്ഷേത്രമുറ്റത്തിനടുത്ത് പ്രകൃതിദത്തമായ ജലാശയം കാഴ്ചക്കാർക്ക് മനോഹരമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ഉയർന്ന മലയുടെ മുകളിലായിരുന്നിട്ടും കടുത്ത വേനലിലും ഈ ജലാശയം ജലസമൃദ്ധമായിരിക്കും. അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ ജൈനക്ഷേത്രം. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നെങ്കിലും 1956 സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിന്റെ ഭാഗമായി തീരുകയായിരുന്നു. മുകളിലേക്ക് കയറിയാൽ മുകൾ ഭാഗവും ദൂരെയായി നദികളും പച്ചപ്പ് പുതച്ച താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയവും കാണാം. ക്ഷേത്രത്തിന് മുകളിലെ പാറയിൽ വലിയ പഴക്കം തോന്നിക്കാത്ത നിർമ്മിതിയും കാണാം.
രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുക. മലയുടെ മുകളിലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കണ്ണിന് മനോഹരമായ കാഴ്ച നൽകുന്നു. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മലയുടെ താഴ്വാരത്തേക്ക് പോവുകയാണ്. അങ്ങനെ നാം സഞ്ചാരികളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ യാത്രകളിലൂടെ നമുക്ക് ഇനിയും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളുടെ പ്രചോദനമാണ്.